ഓരോ തൂണിൻ്റെ അടുത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോഴും സലാം പറഞ്ഞിരുന്നു എന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നത് കേവലമായൊരു ഗുഡ് മോർണിംഗ് മോഡൽ അഭിസംബോധന ഡയലോഗ് മാത്രമല്ല, അതൊരു പ്രാർത്ഥന മാത്രമല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രംഗം ഒരു യുദ്ധമുഖമാണ്. വെട്ടേറ്റ് കിടക്കുന്ന മനുഷ്യരിൽ മരണത്തോട് മല്ലിടുന്ന ആളുകളുടെ അരികിലേക്ക് വെള്ളപ്പാത്രവുമായി വന്ന ആ വ്യക്തിയോട് ഒരു കടൽ മുഴുവൻ കുടിച്ചു തീർക്കാൻ ദാഹമുണ്ടായിരുന്നിട്ടും തൻ്റെ അരികിൽ മരണത്തെ അഭിമുഖീകരിക്കുന്ന തൻ്റെ പ്രിയ സുഹൃത്തിനെ ചൂണ്ടിക്കാണിക്കുന്ന ആദ്യകാല വിശ്വാസി സമൂഹത്തിലെ പ്രതിനിധി. രണ്ടാമത്തെ വ്യക്തി അടുത്തയാളെ കാണിക്കുന്നു, അടുത്ത വ്യക്തി അടുത്തയാളെ കാണിക്കുന്നു. അങ്ങനെ തൻ്റെ സഹോദരന് വേണ്ടി ആ വെള്ളം മാറ്റിവെച്ചുകൊണ്ട് നീട്ടിവെച്ചുകൊണ്ട് ഒരിക്കലും ഒരാൾക്ക് പോലും കുടിക്കാൻ കിട്ടാതെ, ഒരാൾ പോലും തൊണ്ട നനക്കാതെ മരണത്തിലേക്ക് വഴുതി വീഴുന്ന ഒരു യുദ്ധഭൂമിയിലെ രംഗം ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് മാത്രമേ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവുകയുള്ളൂ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവർ നടത്തിയ ശ്രമങ്ങളായിരുന്നു യുദ്ധങ്ങൾ ഓരോന്നും. ആ യുദ്ധങ്ങളെ എടുത്ത് ഇസ്ലാമിനെ അടിക്കുകയും ഇസ്ലാം വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നവർക്കും ഇതിൽ വലിയ പാഠങ്ങളുണ്ട്. നമ്മുടെയൊക്കെ കുടുംബ വീടുകളിൽ പലപ്പോഴും പരസ്പരം കടിച്ചു കൂറുകയാണ്, ബന്ധങ്ങൾ ഉലഞ്ഞുപോയിരിക്കുകയാണ്, കൂട്ടായ്മകളിൽ, സംഘടനകളിൽ, സംവിധാനങ്ങളിൽ പരസ്പരം അകലുകയാണ്. യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ പേരിലുള്ള സ്നേഹത്തെ സംബന്ധിച്ച് മനോഹരമായ നിരവധി പ്രയോഗങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളിലുണ്ട്. പലപ്പോഴും വ്യക്തിജീവിതത്തിലെ സ്വകാര്യതകളിൽ പ്രണയമെന്ന് പേരിട്ട് വിളിക്കുന്ന അധാർമികമായ ദുഷിച്ച സമ്പ്രദായത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് വിശ്വാസത്തിൻ്റെയും നന്മകളുടെയും വെളിച്ചത്തിൽ വ്യക്തികളുടെ ഹൃദയത്തിലുണ്ടാകുന്ന അടുപ്പത്തെക്കുറിച്ചാണ് പറയുന്നത്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നിന്നും ഉദ്ധരിക്കുന്ന ഒരു വചനത്തിൽ കാണാം, അൽ മുതഹാബൂന ഫി ജലാലി ലഹും മനാബിറു മിൻ നൂരിൻ യഗ്ബിതുഹുമുൻ നബിയ്യുന വശുഹദാ. ദീനിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ പരസ്പരം ആത്മാർത്ഥമായി സ്നേഹിച്ചവർക്ക് ഒരു പീഠം പരലോകത്തുണ്ടെന്നും അതിനു ചുറ്റും അമ്പിയാക്കളും ശുഹദാക്കളും സാക്ഷിയായിരിക്കെ അവനതിൽ ആദരിക്കപ്പെടുമെന്നും ഈ വചനം പഠിപ്പിക്കുകയാണ്. മാ തഹാബ റജുലാനി ഫില്ലാഹി ഇല്ലാ കാന അഹബ്ബുഹുമാ ഇലല്ലാഹി അസ്സ വജല്ല അശദ്ദഹുമാ ഹുബ്ബൻ ലിസ്വാഹിബിഹി. രണ്ടാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ അതിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുക തൻ്റെ സുഹൃത്തിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനെയാണ്. വ്യക്തികൾ രണ്ടാൾക്കും തമ്മിൽ അടുപ്പമുണ്ടെങ്കിലും ഈ അടുപ്പങ്ങളിലും കൂടുതൽ അടുപ്പമുള്ളവരുണ്ടാകും. അങ്ങനത്തെ ആത്മാർത്ഥമായ അടുപ്പമുള്ളവരെയാണ് അള്ളാഹുവിന് ഇഷ്ടമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർക്കുള്ള അംഗീകാരത്തെക്കുറിച്ച് പറയുന്നു. ഐനൽ മുതഹാബൂന ബി ജലാലി, എൻ്റെ മാഹാത്മ്യത്തെയും എൻ്റെ ഉന്നതിയെയും ലക്ഷ്യം വെച്ചുകൊണ്ട് പരസ്പരം സ്നേഹിക്കുന്നവർ ആരാണുള്ളത്? പരലോകത്ത് അള്ളാഹുവിൻ്റെ ചോദ്യമാണ്, അല്യൗമ ഉദില്ലുഹും ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലി. ഞാനൊരുക്കുന്ന തണലല്ലാത്ത, എൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത പരലോകത്ത്, ഈ ലോകത്ത്, ഈ പരലോകത്ത് ഞാൻ അവർക്ക് തണൽ നൽകും എന്നാണ്. അപ്പോൾ അവിടെയും പഠിപ്പിക്കപ്പെടുന്ന 7 വിഭാഗങ്ങളിലൊന്ന് വറജുലാനി തഹാബ ഫില്ലാഹി ഇജ്തമ അലൈഹി വതഫറഖ അലൈഹി. അള്ളാഹുവോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ ഒന്നിക്കുകയും പിന്നീട് ദീനിയായ വിഷയത്തിൽ ഭിന്നാഭിപ്രായം വന്നപ്പോൾ ആ ദീനിയായ കാര്യത്തിൻ്റെ പേരിൽ മാത്രം ഭിന്നിക്കുകയും ചെയ്ത വ്യക്തികളാണ്. ദീനിൻ്റെ പേരിൽ ഭിന്നിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തിപരമായ ഇടങ്ങളിൽ ഒരിക്കലും അത് വിദ്വേഷമായി, തെറിയായി, ആക്ഷേപമായി ഒരിക്കലും വരില്ല. വിഷയത്തിലാണ് വിയോജിക്കുക. ആ കാര്യത്തിൽ എനിക്ക് നിന്നോട് യോജിപ്പില്ല എന്ന ഒരു സമീപനായിരിക്കും ഉണ്ടാവുക. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ കൂടുതൽ ഗൗരവപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് എന്ന് പറയാണ്, സ്വഹാബിമാരും പണ്ഡിതന്മാരുമൊക്കെ ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ലാ തസ്അൽ അഹദൻ അൻ വുദ്ദിഹി ലക. നീ ഒരാളോടും അയാൾക്ക് നിന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് ചോദിക്കണ്ട. വൻദുർ മാ ഫി നഫ്സിക ലഹു. നിന്റെ ഹൃദയത്തിൽ അയാളോട് നിനക്ക് എന്ത് സ്നേഹമുണ്ടോ
ഫഇന്ന ഫീ നഫ്സിഹി മിസ്ല ദാലിക്, ആ സ്നേഹത്തിൻ്റെ അതേ അളവാണ് അയാൾക്ക് നിന്നോടുള്ളത്. മനസ്സിലായില്ല? അപ്പം സ്വന്തത്തിൻ്റെ സ്നേഹത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി തൻ്റെ സഹോദരനെ കൂടുതൽ അറിയാനും അടുക്കാനുമുള്ള ആഹ്വാനമാണ് അദ്ദേഹത്തിൻ്റെ വചനത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി പരസ്പരം വിശ്വാസികൾ തമ്മിലുള്ള അടുപ്പം അത് സാധ്യമാകാൻ പണ്ഡിതന്മാർ ചില വഴികൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തത് ഇഫ്ഷാ ഉസ്സലാം, സലാമിനെ വ്യാപിപ്പിക്കുക എന്നതാണ്. ലാ തദ്ഖുലൂനൽ ജന്ന ഹത്താ തുഅ്മിനു, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ. വലാ തുഅ്മിനു ഹത്താ തഹബ്ബു, നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാവുകയില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ. അവല അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, നിങ്ങൾ പരസ്പരം ഇഷ്ടത്തിലാകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം എന്നാണ്. അപ്പം സഹാബത്തിങ്ങനെ പരസ്പരം ഓരോ തൂണിൻ്റെ അടുത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോഴും സലാം പറഞ്ഞിരുന്നു എന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നത് കേവലമായൊരു ഗുഡ് മോർണിംഗ് മോഡൽ അഭിസംബോധന ഡയലോഗ് മാത്രമല്ല, അതൊരു പ്രാർത്ഥന മാത്രമല്ല, അത് ഹൃദയങ്ങളെ അടുപ്പിക്കാനുള്ള ഔഷധമായി ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നർത്ഥം. രണ്ടാമത്തത് ഹദിയകളാണ്. തഹാദ്ദൗ തഹാബു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ പരസ്പരം ഹദിയ കൊടുക്കൂ, സമ്മാനങ്ങൾ കൊടുക്കൂ. ഓരോ വ്യക്തിക്കും അയാളുടെ സാമ്പത്തികാവസ്ഥയിലും സാഹചര്യത്തിലും സാധിക്കുന്നത് കൊടുത്താൽ മതി. ചെറിയ കുഞ്ഞുങ്ങൾക്കൊരു മിഠായി കൊടുക്കുന്നത് തൊട്ട് കളിപ്പാട്ടം കൊടുക്കുന്നത് വരെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അനിവാര്യ ഘട്ടങ്ങളിൽ കൊടുക്കുന്ന സമ്മാനങ്ങൾ വരെ ഈ ഗണത്തിൽപ്പെടും. ഒരു വ്യക്തിയെ നശിപ്പിക്കുന്ന സമ്മാനങ്ങൾ കൊടുക്കരുത്. പലപ്പോഴും 10ാം ക്ലാസ്സിൽ പാസ്സായ കുട്ടിക്ക് ഐഫോണും മറ്റ് സെൽഫോൺ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നത് കാണാം. ആ കുട്ടിയെ നശിപ്പിക്കാനാണിത്. ഒരു 3 വയസ്സുകാരൻ്റെ കയ്യിൽ കത്തി കൊടുക്കില്ലെങ്കിൽ ഈ പ്രായത്തിൽ അവന് സ്വന്തമായൊരു ഫോൺ കൊടുക്കില്ല. എന്താണ് ആ ഫോണിനോടുള്ള ലൈന്? വീട്ടിലെ ഉമ്മയുടെ ഫോൺ അവൻ ഉപയോഗിക്കാം, അവൻ്റേതായ നിലക്ക് കൊടുക്കില്ല എന്നത് നമുക്ക് കൃത്യമായി ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകണം. അതുപോലെ തന്നെ സ്നേഹമുണ്ടാകാനും നിലനിർത്താനുമുള്ള വഴി എന്താണ്? അൽ ഇഖ്ബാർ ബിൽ മഹബ്ബ, സ്നേഹം ഉണ്ട് എന്ന കാര്യം അറിയിക്കുക. ഇദാ അഹബ്ബ റജുലു അഖാഹു ഫൽ യുഖ്ബിർഹു അന്നഹു യുഹിബ്ബുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ദീനിൻ്റെ പേരിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം അറിയിക്കണം എന്നാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ന റജുലൻ കാന ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമറ ബിഹി റജുലൻ. നബിൻ്റെ അടുത്ത് ഒരാൾ നിൽക്കുകയാണ്, അപ്പോൾ അതിലൂടെ വേറൊരാൾ നടന്നുപോയി. അപ്പോൾ ആ അടുത്ത് നിൽക്കുന്ന വ്യക്തി പറഞ്ഞു, ഇന്നീല ഉഹിബ്ബു ഹാദ, എനിക്ക് ഈ മനുഷ്യനെ വലിയ ഇഷ്ടമാണ്. ഫഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ പ്രവാചകൻ പറയാണ്, ആ അലം തഹു, നീ അയാളെ വിവരം അറിയിച്ചിട്ടുണ്ടോ? അയാൾ പറഞ്ഞു, ഇല്ല. എങ്കിൽ ആ അലിമുഹു, നീ സ്നേഹിക്കുന്നുണ്ട് എന്ന വിവരം അയാൾ നീ അറിയിക്കണം. അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, ഞാൻ നിങ്ങളെ അള്ളാഹുവിൻ്റെ പേരിൽ സ്നേഹിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ സ്നേഹിക്കുന്നുണ്ട് എന്ന മനുഷ്യൻ പറഞ്ഞപ്പോൾ, അഹബ്ബകല്ലദീ അഹ്ബബ്തനീ ലഹു, നീ ആർക്കു വേണ്ടിയാണോ സ്നേഹിച്ചത് അവനു വേണ്ടി ഞാൻ നിന്നെയും സ്നേഹിക്കുന്നുണ്ട് എന്ന് ആ മനുഷ്യനും പ്രതികരിച്ചു എന്നാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ അഹബ്ബ റജുലൻ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാൾ പറയണം, ഇന്നി ഉഹിബ്ബുക ലില്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. ഫദഖല ജമീഅൻ അൽ ജന്ന, അവർ രണ്ടുപേരും സ്വർഗത്തിലായിരിക്കും. ഫകാനല്ലദീ അഹബ്ബ അർഫഅ മൻസിലതൻ മിനൽ ആഖിർ, ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരാണോ അയാളായിരിക്കും സ്ഥാനത്തിൽ കൂടുതൽ. വഅഹഖ ബില്ലദീ അഹബ്ബ ലില്ലാഹ്, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരാണോ അയാളായിരിക്കും അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും പ്രിയപ്പെട്ടവനാകാൻ അവകാശപ്പെട്ടത് എന്നാണ്. ഇനി നാലാമത്തെ കാര്യം, അത്വനാസുഹ് ഫില്ലാ, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ പരസ്പരം നസീഹത്ത് കൊടുക്കുക. ഹഖുൽ മുസ്ലിം അലൽ മുസ്ലിം സിത്തുൻ, വിശ്വാസികൾ പരസ്പരം 6 കടമകളുണ്ട് എന്ന് പറഞ്ഞതിൽ ഒന്നാമത്തത് എന്താണ്? ഒന്നാമത്തെ സലാമാണെങ്കിൽ, രണ്ടാമത്തത് സലാമിന് മറുപടി കൊടുക്കലാണെങ്കിൽ, മൂന്നാമത്തത് വൈദസ്തൻസഹക ഫൻസഹഹു, നിന്നോട് ആരെങ്കിലും ഒരു ഉപദേശം ചോദിച്ചാൽ നീ കൊടുക്കണം എന്നാണ്. ഇത് വലിയൊരു കാര്യമാണ്. നമ്മുടെ കുറവുകളും നമ്മുടെ പിഴവുകളും നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോഴാണ് ആ ഓരോ വ്യക്തികൾ വ്യത്യസ്ത ആംഗിളിൽ നിന്ന് വിഷയത്തെ സംബന്ധിച്ച നമ്മുടെ സ്വഭാവം, പെരുമാറ്റം, ശൈലി, വസ്ത്രം, വേഷം തുടങ്ങിയെല്ലാം വ്യക്തികൾ വിലയിരുത്തുന്നതും അവർ നമുക്ക് പറഞ്ഞു തരുന്നതും. അത് പരസ്പരം നമ്മൾ ഉൾക്കൊള്ളേണ്ടതും പരസ്പരം നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണ്. ഇനി 5ാമത്തെ കാര്യത്തിലേക്ക് വരാം. അൽ അഫു വസ്സഫഹു, എന്താ? വിട്ടുവീഴ്ചയും മാപ്പുമൊക്കെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അദ്ദേഹത്തെക്കുറിച്ച് സ്വഹാബി പറയാം, കുൻതു അംഷി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞാൻ പ്രവാചകൻ്റെ കൂടെ പോവായിരുന്നു. വഅലൈഹി ബുർദുൻ നജറാനിയുൻ ഖലീലുൽ ഹാഷിയ, അറ്റമിങ്ങനെ കട്ടിയുള്ള ഒരു പുതപ്പ് പ്രവാചകൻ്റെ, ഒരു മുണ്ട് പ്രവാചകൻ്റെ കഴുത്തിലുണ്ടായിരുന്നു. അദ്റകഹു അറബിയുൻ, അപ്പോൾ ഒരു ഗ്രാമീണനായ അറബി പ്രവാചകനെ കണ്ടു. ഫജബദബി റിദാഇൻ ജബദതൻ ശദീദതൻ, അപ്പോൾ ആ മുണ്ട് പിടിച്ചിട്ട് ഒരൊറ്റ വലിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പ്രവാചകൻ്റെ കഴുത്തിലേക്ക് നോക്കി. അനസ് പറയാ, ഞാൻ പ്രവാചകൻ്റെ കഴുത്തിലേക്ക് നോക്കി. അപ്പോഴോ വഖദ് അസ്സറത്ത് ബിഹ ഹാഷിയത്തുർ റിദാഇ മിൻ ശിദ്ദത്തി ജബദതിഹി, അയാളുടെ പിടുത്തം കൊണ്ട് അവിടെ അടയാളം വീണിട്ടുണ്ട്, അത് ഞാൻ കണ്ടു. അപ്പോൾ എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, യാ മുഹമ്മദ് മുർലി മിൻ മാലില്ലാഹി ലദി ഇൻദക്, നിങ്ങളടുത്തുള്ള കുറച്ച് പൈസയ്ക്ക് എനിക്ക് തരണം, അത് നിങ്ങൾ നിർദ്ദേശിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഫൽതഫത്ത ഇലൈഹി ഫലഹിക, പ്രവാചകൻ ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി. സുമ്മ അമറ ലഹു ബിഅത, പിന്നെ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ, സമ്മാനം കൊടുക്കാൻ നിർദ്ദേശിച്ചു എന്നാണ്. അപ്പോൾ നിരവധി വഴികളുണ്ട്, ആ വഴികളൊക്കെ നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ എല്ലായിടത്തും ഇസ്ലാം സംസാരിക്കും, എല്ലായിടത്തും ഇസ്ലാം ഇടപെടും. പക്ഷേ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അങ്ങനെ പഠിക്കുന്നവരിൽ, മനസ്സിലാക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.